ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു ബീഫ് ലിവർ മസാല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ ഈസിയായിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കതിനു വേണ്ടിയുള്ള മസാല തയ്യാറാക്കുന്നതിനായി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, 2 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ തക്കാളി, കുറച്ച് മല്ലിയില, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് നല്ലതുപോലെ ഉപ്പിട്ട് കഴുകിയ ലിവർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് മാറ്റി വെച്ചേക്കുന്ന മസാല ഫുള്ള് നമുക്കിതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. മസാലയൊക്കെ നല്ലതുപോലെ ലിവറിൽ പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു സൈഡിലേക്ക് 15 മിനിറ്റ് അടച്ചു മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മസാലാസ് നമുക്കിതിലിട്ട് കൊടുക്കാം. നീളത്തിൽ മുറിച്ച 2 ഇടത്തരം സവാള നമുക്കിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സവാള ചെറുതായി വാടിത്തുടങ്ങുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നീളത്തിൽ മുറിച്ച 2 പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ആദ്യം ലിവറിൽ കുറച്ച് മസാല ചേർത്തതാണ്. എന്നാലും ഈ സവാളയ്ക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ചുകൂടെ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മസാലാസൊക്കെ സവാളയിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടി മാറ്റി വെച്ചേക്കുന്ന ബീഫ് ലിവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ മസാല പുരട്ടിയ പാത്രത്തിൽ തന്നെ ഞാൻ വെള്ളം എടുത്തൊഴിച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തതാണ്. എന്നാലും ഒരല്പം ഉപ്പ് കൂടെ നോക്കിയിട്ട് ചേർത്ത് നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നല്ല വെള്ളമൊക്കെ വറ്റി നല്ല മസാലയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് മല്ലിയില വെച്ച് കൊടുക്കാം. ഞാനിങ്ങനെ നീളത്തിൽ വെക്കുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ചിടാം. കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്കിത് ഒരു 2 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ബീഫ് ലിവർ മസാല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. ഗാർണിഷിനായി നമുക്ക് കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ആവി പറക്കുന്ന ബീഫ് ലിവർ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക.
ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ താങ്ക് യു.